ഹായ് എവരിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി മത്തങ്ങയും വൻപയറും ചേർത്തുള്ള എരിശ്ശേരിയാണ്. അപ്പോൾ എരിശ്ശേരി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു കഷ്ണം മത്തങ്ങ അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഒരു കൈപ്പിടിയോളം വൻപയർ കഴുകി വാരി എടുത്തിട്ടുണ്ട്, ഒരു 1/4 കഷ്ണം സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതേപോലെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വൻപയർ എടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. റോസ്റ്റ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ റോസ്റ്റ് ചെയ്ത് നമ്മൾ സൂക്ഷിച്ച് വെച്ചാൽ ഒരുപാട് നാൾ കേടുകൂടാതിരിക്കലും പെട്ടെന്ന് കുത്തിപ്പോവും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ വൻപയർ കഴുകി വാരി ഞാനൊരു കുക്കറിൽ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഒരു 1/4 കഷ്ണം സവാളയും പിന്നെ ഒരു നുള്ളു ഉപ്പും ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഡബിളായിട്ട് വെള്ളം ഒഴിക്കണം കേട്ടോ, നല്ല വെള്ളം ഒഴിക്കണം. അപ്പോൾ നല്ല രീതിയിൽ കവറാവണം കേട്ടോ. ആ വെള്ളം നന്നായിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഞാനിവിടെ 6 വിസിലാണ് കൊടുക്കുന്നത്. 6 വിസിൽ കൊടുത്തിട്ട് പ്രഷർ പോകുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും ലോ ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ് 25 മിനിറ്റ് കുക്ക് ചെയ്താൽ മതി. അപ്പോൾ കറക്റ്റ് വേവിൽ കിട്ടും കേട്ടോ. അപ്പോൾ പയറൊക്കെ നല്ല രീതിയിൽ റെഡിയായി വന്നിട്ടുണ്ട്. ചില ആൾക്കാർ ധാന്യങ്ങൾ വേവിക്കുമ്പോൾ ഉപ്പിടാറില്ല, വെന്ത് വരില്ല എന്നൊക്കെ പറയും. പക്ഷെ അതൊക്കെ വെറുതെയാണ് കേട്ടോ. ഞാൻ 2 രീതിയിലും നോക്കിയിട്ടുണ്ട്, ഉപ്പിട്ടിട്ടും ഉപ്പിടാതെയൊക്കെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ കുഴപ്പമൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്ന പോലെയാണ് ഞാൻ ചെയ്യാറുള്ളത്. ചില സമയം എനിക്ക് ഉപ്പിടണം തോന്നും, ചില സമയം എനിക്ക് ഉപ്പിടണ്ട തോന്നും. അപ്പോൾ വെന്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇടും. അപ്പോൾ ഞാനിന്ന് അതിൻ്റെ കൂടെ തന്നെയാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളിഷ്ടം പോലെ ചെയ്യാം കേട്ടോ. വെന്തിട്ടിട്ടാലും കുഴപ്പമില്ല, വേവിക്കുമ്പോൾ ഇട്ടാലും കുഴപ്പമില്ല. അപ്പോൾ അതൊക്കെ നമ്മളെ ചോയ്സിനനുസരിച്ചിട്ട് ചെയ്യാം. എങ്ങനെയായാലും സാധനം വേവും, അത് ഉറപ്പാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് കണ്ടില്ലേ, പയറിതാ ഇങ്ങനെ വെന്ത് വരും. ഈ സമയം നമ്മൾ അരിഞ്ഞ് വെച്ച് മത്തങ്ങ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി കുറവുണ്ടോ എന്നൊരു സംശയമുണ്ട് കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആ പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ കുക്കർ അടച്ചിട്ട് 2 വിസിൽ കൊടുത്ത് അപ്പം തന്നെ വിസിൽ കളഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ മത്തങ്ങയും കണ്ടോ നന്നായിട്ട് ഇതേപോലെ ഇത് വന്നിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കുക. മത്തങ്ങയൊക്കെ നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക, വേണ്ടെങ്കിൽ നമ്മൾ ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് തേങ്ങയും ജീരകവും ഒന്ന് തരിതരിപ്പായിട്ട് അരച്ചെടുക്കുക. കുറച്ച് തേങ്ങയാണ് കേട്ടോ, ഒരുപാട് തേങ്ങ ഒന്നുമില്ല, ഒരു 2-3 സ്പൂണ് തേങ്ങ മാത്രമേ ഉള്ളൂ. കുറച്ച് ചെറിയൊരളവിലല്ലേ ഞാനിവിടെ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് കുറച്ച് തേങ്ങ എടുത്തിട്ട് ഒരു നുള്ളു ജീരകം ഇട്ടിട്ട് തരിതരിപ്പായിട്ട് അരച്ചെടുക്കുക. ഒതുങ്ങിയ പോരാ, എന്താ പറയുക, ഒന്ന് അരഞ്ഞങ്ങ് വരണം കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ അരച്ചെടുക്കുക. ഈ അരപ്പും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക. ഒരുപാട് ഡ്രൈ ആകണ്ട, ഇപ്പോൾ ഒരു വെള്ളം പോലെ കിടക്കുന്നില്ല, അതൊന്ന് കുറുകണം. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടും. ഇതാണ് ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് തണുക്കുമ്പോൾ ഒന്നുകൂടി ഡ്രൈ ആകും കേട്ടോ. അപ്പോൾ നമ്മളെ എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് താളിക്കണം. അപ്പോൾ താളിക്കാനായിട്ട് ഞാനൊരു ചീനിച്ചട്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്കൊരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് സവാള അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ വൻപയർ ആയതുകൊണ്ട് ഗ്യാസ് പ്രോബ്ലം കുറച്ചുണ്ട്, അതുകൊണ്ട് ഞാൻ ഒരു 3-4 അല്ലി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ചുവന്നമുളകും കറിവേപ്പിലയും ഒക്കെ ഇട്ടിട്ട് കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് തേങ്ങ ചിരവിയതും കൂടി ചേർത്തിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. നന്നായിട്ട് വഴറ്റി വറുത്തെടുക്കണം. തേങ്ങ നല്ല ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ തീ കൂട്ടി കുറച്ച് നമ്മളങ്ങനെ വറുത്തെടുക്കുക. അപ്പോൾ ചെറിയ തീയിലായിരിക്കും വറുക്കാൻ ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ നമ്മളിവിടെ വറുത്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച മത്തങ്ങയും വൻപയറും തേങ്ങയും ഒക്കെ കൂടിയിട്ടുള്ള ആ ഒരു കൂട്ട് ചേർക്കുന്നു. എന്നിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യുക. നല്ല രീതിയിലങ്ങ് മിക്സ് ചെയ്യുക. ആ തേങ്ങയും വെളിച്ചെണ്ണയും എല്ലാം കൊണ്ടും എല്ലാ രീതിയിലും യോജിക്കുന്ന പോലെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മളെ
മത്തങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ, നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ചോറിൻ്റെ കൂടെ കഴിക്കാൻ സാമ്പാറുണ്ട്, അതേപോലെ മത്തങ്ങ എരിശ്ശേരിയുണ്ട്, അതേപോലെ നമ്മളിന്ന് ഉണക്കാണ് കേട്ടോ, തെരണ്ടിയില്ല, ഉണക്ക തെരണ്ടിയാണ് നമ്മളിന്ന് പൊരിച്ചത്. അപ്പോൾ അതും ഇവിടെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മളെ ലഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ പുതിയൊരു റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.